ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കട്ട്ലറ്റാണ്. അവിൽ കൊണ്ടുണ്ടാക്കുന്ന നല്ലൊരു ഹെൽത്തി കട്ട്ലറ്റ്. ഇത് രണ്ട് രീതിയിൽ നമ്മൾക്ക് ഉണ്ടാക്കാം. ഒന്ന് നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് പോലെ എണ്ണയിൽ വറുത്തെടുത്ത് ഉണ്ടാക്കാം. മറ്റൊന്ന് എണ്ണ ഉപയോഗിക്കാതെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു കട്ട്ലറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് എണ്ണ ഉപയോഗിക്കാതെയുള്ള കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു ബൗളിലോട്ട് ഞാൻ 2 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. ഇത് നൈസായിട്ടുള്ള അവിലാണ്. നമുക്ക് നാടൻ അവിൽ വെച്ചും ഇത് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് കുറേശ്ശെയായിട്ട് ഇത് നനച്ച് കൊടുക്കാം. ഇത് നൈസായിട്ടുള്ള അവിലായതുകൊണ്ട് കുറച്ച് വെള്ളം മതി. മറ്റേ നാടൻ അവിലാകുമ്പോൾ കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നനച്ച് വെക്കുക. നന്നായിട്ട് കുതിർത്തെടുക്കേണ്ട, കുറേശ്ശെയായിട്ട് ഇങ്ങനെ നനച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ അവിൽ മാറ്റി വെക്കാം. ഇനി കട്ട്ലറ്റിലോട്ട് വേണ്ട മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണിത്. ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള 2 സവാള പൊടിയായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്. ഇത്രയുമാണ് ഇതിലേക്ക് വഴറ്റാൻ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് ഉരുളക്കിഴങ്ങിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ച് വെക്കാം. ഇനി നമുക്കിതിൻ്റെ മസാലയ്ക്ക് വേണ്ടി വഴറ്റിയെടുക്കാം. അതിനായി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്താൽ മതി. കാരണം ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ട് വേവിച്ചത് കാരണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട്. ഈ കൂട്ട് നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിത് ഉരുളക്കിഴങ്ങും ഈ മസാലയും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അവിലും കൂടെ ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോളുകളായിട്ട് ഉരുട്ടിയെടുത്ത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം എണ്ണ തടവി കൊടുക്കുക. ഈ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ എണ്ണേൻ്റെ ആവശ്യമില്ല. നമുക്കിതിങ്ങനെ 2 സൈഡും ഇതുപോലെ മൊരിയിച്ചെടുക്കണം. അധികം വെന്ത് പോവേണ്ട ആവശ്യമില്ല. ഇതിനകത്തുള്ള എല്ലാ മസാലകളും വെന്ത് സാധനങ്ങളായതുകൊണ്ട് തന്നെ കുറേ നേരം വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇത് കട്ട്ലറ്റായിട്ട് കഴിക്കാം. അല്ലാതെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് പൊരിച്ചെടുത്തും കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിന് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമില്ല. ബ്രെഡ് ക്രംസിന് പകരം ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 1 കപ്പ് അവിലെടുത്ത് വറുത്തെടുക്കുന്നുണ്ട്. അവിൽ നന്നായി ചൂടായതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് തണുത്തതിന് നന്നായി ചൂട് ആറണ്ട. നമുക്ക് കൈകൊണ്ട് പൊടിക്കാൻ പാകത്തിനുള്ള ചൂടാകുമ്പോൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സിയിലിട്ട് അടിക്കണ്ട. കൈകൊണ്ട് നന്നായിട്ടത് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട എടുത്ത് നന്നായിട്ട് അടിക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റിൻ്റെ ബോളുകൾ ഓരോന്നായിട്ട് ഈ മുട്ടയിൽ മുക്കി അവിലിൻ്റെ പൊടിയിലോട്ടിട്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിന് പകരം അവിൽ പൊടിച്ചതിലിട്ടാണ് ഇത് കോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക്
കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് പോലെ ഇത് പാനിൽ എണ്ണയൊഴിച്ച് വറുത്തെടുക്കാം. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതും അധികം എണ്ണയിൽ കിടന്ന് വേവേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം വെന്ത സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിലൊന്ന് ക്രിസ്പി ആകുമ്പോൾ നമുക്ക് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. അവിൽ പൊടിച്ചതായതുകൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ആണ് ഉണ്ടാകുന്നത്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.